എ സിക്ക് സ്റ്റെബിലൈസർ ആവശ്യമാണോ? ഫ്രിഡ്ജിന് സ്റ്റെബിലൈസർ ആവശ്യമാണോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഞാൻ വരുന്നത്. കടക്കാർ പറയുന്നതാണോ ശരി, അതോ സ്റ്റെബിലൈസർ പരസ്യക്കാർ പറയുന്നതാണോ ശരി? എ സിക്കും ഫ്രിഡ്ജിനും ടിവിക്കും സ്റ്റെബിലൈസർ ആവശ്യമാണോ അതോ വേണ്ടയോ? ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റെബിലൈസറിനെ പറ്റിയാണ് പറയുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും നാം ഉപയോഗിക്കുന്ന ഒന്നാണ് സ്റ്റെബിലൈസർ. അതിൻ്റെ ആവശ്യകതയും അനിവാര്യതയും അനാവശ്യവും ഇതിലൂടെ നമ്മൾക്കൊന്ന് അറിയാം. എന്താണ് സ്റ്റെബിലൈസർ? ആരാണ് സ്റ്റെബിലൈസർ കണ്ടുപിടിച്ചത്? എന്നു മുതൽ നാം സ്റ്റെബിലൈസർ ഉപയോഗിച്ചു തുടങ്ങി? എത്ര തരം സ്റ്റെബിലൈസർ ഉണ്ട്? അത് ഏതൊക്കെയാണ്? എന്തിനൊക്കെ ഉപയോഗിക്കാം? എ സിക്കും ഫ്രിഡ്ജിനും സ്റ്റെബിലൈസർ ആവശ്യമാണോ? സ്റ്റെബിലൈസറിന്റെ പ്രവർത്തനം, സ്റ്റെബിലൈസറിന്റെ വോൾട്ടേജ് റേഞ്ച്, അത് ഏത് തരം സ്റ്റെബിലൈസർ വാങ്ങണം, അതിന്റെ കറണ്ട് ഉപയോഗം എന്താണ് എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് 2005 അതായത് സുനാമി വന്ന വർഷം ഞാൻ തിരൂരിനടുത്തുള്ള ആലത്തിയൂരായിരുന്നു ജോലി ചെയ്തിരുന്നത്. സന്ധ്യാസമയങ്ങളിലും പാതിരാത്രി വരെയും ഇലക്ട്രിക് ബൾബുകൾ മുനിഞ്ഞ് കത്തുന്ന ഇടങ്ങളുണ്ടായിരുന്നു അവിടെ. അതായത് ഫിലമെന്റ് മാത്രം തെളിഞ്ഞിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നതാണ് ഫിലമെന്റ് മാത്രം തെളിഞ്ഞിരിക്കുന്നത്. ഒട്ടും വോൾട്ടേജ് ഇല്ല. ഒരു 80 വോൾട്ട് പോലും ഉണ്ടോ എന്നറിയില്ല. അന്നൊക്കെ CFL LED ഒന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് വിദേശത്ത് നിന്നുള്ളതായിരുന്നു. അതിന് ഒത്തിരി വിലയുമായിരുന്നു. 2000-ന് ശേഷമാണ് ഇവ ഇറങ്ങിയത്. ഒട്ടും ജനകീയമാകാൻ്റെ കാരണം അതിന് വില ഒത്തിരി കൂടുതലാണ്. അത് 10 രൂപയ്ക്ക് ബൾബ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് താഴെ ബൾബ് കിട്ടുമ്പോൾ ഇതിന് 200, 300, 400, 500, 600 ഒക്കെ ആയിരുന്നു. 2010 അതിന് വില കുറഞ്ഞത്. ആലത്തിയൂരും മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും വോൾട്ടേജ് വളരെ കുറവായിരുന്നു. കാശുള്ളവരെല്ലാം സ്റ്റെപ്പ് ഉപയോഗിച്ചിരുന്നു. സ്റ്റെപ്പും സ്റ്റെബിലൈസറും രണ്ട് വ്യത്യസ്ത ഉപയോഗമാണ്. സ്റ്റെബിലൈസറിൽ സ്റ്റെപ്പ് അതായത് ബൂസ്റ്റിംഗ് ഉണ്ട്, എന്നാൽ സ്റ്റെപ്പിൽ സ്റ്റെബിലൈസർ ഇല്ലെന്നറിയുക. ഞാനിങ്ങനെ ഓരോ വീടുകളിൽ നിന്ന് വിളിയുണ്ടാകും രാത്രികളിൽ വോൾട്ടേജ് കുറവാണെന്ന്. അതിനെപ്പറ്റി അറിയാൻ വേണ്ടി സാധാരണ ലൈൻമാന്മാർ പോകാറില്ല. എനിക്കെന്ന് പറയുന്നത് ഏതാണ്ട് 12 കിലോമീറ്റർ ചുറ്റളവായിരുന്നു എൻ്റെ ഏരിയ. അന്ന് ഇപ്പൊ എൻ്റെ സെന്ററിലുള്ള ഓരോരുത്തരും വിളിച്ചിട്ട് പറയുന്നതാണ്, പാവങ്ങളാണ് വിളിച്ച് പറയുന്നത്, സാറേ ആ അപ്പുറത്തെ ഇക്കയോട് പറഞ്ഞിട്ട് ഒന്ന് സ്റ്റെപ്പ് ഓഫ് ചെയ്യാൻ പറയണം. പക്ഷേ ആ ലൈനിൽ തന്നെ എത്രയോ പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. കാശുള്ളവരാണ് അന്ന് സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉപയോഗം കൂടുന്നതോടെ വോൾട്ടേജ് ഉള്ളത് പോലും കുറയും. അവർക്ക് കിട്ടും, കാരണം അവർ റേഞ്ച് അനുസരിച്ച് അവർ കൂട്ടും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് കിട്ടും. അത് ഓട്ടോമാറ്റിക് ഒന്നുമല്ല, കൈവച്ച് തിരിച്ചു വരുന്ന ഒരു പെട്ടിയാണ്. ആ പെട്ടിയിൽ ഇങ്ങനെ റെഗുലേറ്റർ തിരിക്കുന്ന രീതിയിലാണ് ഉള്ളത്. പക്ഷേ പാവങ്ങളുടെ കാര്യം വളരെ കഷ്ടമായി. അവർക്ക് ചിലപ്പോൾ വെളുപ്പിനൊക്കെ ആകുമ്പോഴായിരിക്കും കറണ്ട് വരുന്നത്. പക്ഷെ വീണ്ടും നേരം വിളിക്കുന്നതിന് മുമ്പായിട്ട് വോൾട്ടേജ് കുറയും. മലപ്പുറംകാരനായ ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി ആയപ്പോഴാണ് അതെല്ലാം മാറി. സബ്സ്റ്റേഷനുകൾ വന്നു, നൂറുകണക്കിന് ട്രാൻസ്ഫോർമറുകൾ വന്നു, പല സ്ഥലങ്ങളുടെയും വോൾട്ടേജ് പ്രശ്നങ്ങൾ മാറി. അങ്ങനെ അവരൊക്കെ ഇപ്പോൾ ഒരു സെറ്റപ്പായി. സ്റ്റെപ്പ് അല്ല, സെറ്റപ്പായി അവര്. ഇപ്പോൾ ഒരിടത്തും സ്റ്റെപ്പ് ഇല്ല. നമുക്കിനി സ്റ്റെബിലൈസറിലേക്ക് വരാം. സ്റ്റെബിലൈസർ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം സ്ഥിരത നിലനിർത്തുന്ന ഉപകരണം എന്നാണ്. ഇത് വന്നത് സ്റ്റേബിൾ എന്ന പദത്തിൽ നിന്നാണ്. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ സ്ഥിരമായ മാറ്റമില്ലാത്ത, സ്റ്റെബിലൈസ് സ്ഥിരപ്പെടുത്തുക, സ്റ്റെബിലൈസർ സ്ഥിരത നിലനിർത്തുന്ന ഉപകരണം അല്ലെങ്കിൽ ഡിവൈസ്. വൈദ്യുതി ഉപയോഗിക്കുന്ന വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്നത് വീട്ടിലേക്കോ ഉപകരണങ്ങളിലേക്കോ വരുന്ന വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അത് നിയന്ത്രിച്ച് സ്ഥിരതയുള്ള വോൾട്ടേജ് നൽകുന്ന ഉപകരണമാണ് സ്റ്റെബിലൈസർ. എന്നാൽ വോൾട്ടേജ് കുറയുമ്പോൾ
അവ ബൂസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് വരുന്ന 230 വോൾട്ട് എന്ന് വിചാരിക്കുക. ആ 230ൽ 170 വരുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ട് അത് 230 ആക്കി മാറ്റും. എന്നാൽ ആ സ്ഥാനത്ത് ഒരു 300 വോൾട്ടാ വരുന്നത് വിചാരിക്കുക. 300 വോൾട്ട് വന്നാൽ എന്ത് ചെയ്യും? അതെങ്ങനെ വരുന്നതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ 300 വോൾട്ട് വന്നാൽ എന്ത് ചെയ്യും? അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തുകൊണ്ട് അത് നമുക്ക് തരുന്നത് 230. അപ്പോൾ അതായത് നമ്മൾ സേഫ് ആണ്. AC ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും TV ആണെങ്കിലും ഫ്രിഡ്ജാണ്. അപ്പോൾ വോൾട്ടേജ് കുറയുമ്പോൾ ബൂസ്റ്റ് ചെയ്യുന്നു, വോൾട്ടേജ് കൂടുമ്പോൾ ബക്ക് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നു. AC, ഫ്രിഡ്ജ്, TV, കമ്പ്യൂട്ടർ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം സ്റ്റെബിലൈസർ ഉപയോഗിക്കാറുണ്ട്. ഇത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമാണ് വന്നത്. വൈദ്യുത സിസ്റ്റങ്ങൾ വികസിച്ചപ്പോൾ തന്നെ വോൾട്ടേജ് നിയന്ത്രണത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. പ്രത്യേകിച്ച് നിക്കോള ടെസ്ല പോലുള്ള വൈദ്യുത രംഗത്തെ ശാസ്ത്രജ്ഞർ AC വൈദ്യുത സംവിധാനങ്ങൾ വികസിപ്പിച്ചതോടെ വോൾട്ടേജ് നിയന്ത്രണം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറി. സ്റ്റെബിലൈസർ ഒരാളും കണ്ടുപിടിച്ചതല്ല, വൈദ്യുത സാങ്കേതിക വിദ്യയുടെ വികസന ഫലമായിട്ടുണ്ടായതാണ്. സ്റ്റെബിലൈസറുകൾ നമുക്ക് 4 തരമാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് റിലേ ടൈപ്പ് സ്റ്റെബിലൈസർ ആണ്. അകത്ത് റിലേ സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇടയ്ക്കിടെ ടിക് 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 എന്നൊരു ശബ്ദമുണ്ടാവും. അതായത് റിലേ സ്വിച്ച് കോണ്ടാക്ട് വിടുന്നതും അടയ്ക്കുന്നതുമായ ശബ്ദമാണ്. ഇത് പഴയ കാലത്ത്, അതായത് ആദ്യകാലത്ത് റിലേ വെച്ചുള്ള സ്റ്റെബിലൈസർ ആയിരുന്നു. കോമൺ ടൈപ്പ് എന്ന് പറയും. TV, ഫ്രിഡ്ജ് എന്നിവയ്ക്ക് ഇത് യൂസ് ചെയ്യാം. ഗുണം വളരെ കുറവും വിലയും കുറവാണ്. പക്ഷേ ലൈറ്റായ ഉപകരണങ്ങൾക്കാണ് നല്ലത്. ഒരു സേഫ് എന്ന് പറയില്ല. ഇപ്പോൾ റിലേ ചിലപ്പോഴൊക്കെ ഇത്ര വോൾട്ടേജ് ഒക്കെ കൊള്ളുന്നത് അടിച്ചു പോകും. ഒരു കോണ്ടാക്ട്, ഒരു ചെറിയൊരു സംഭവമാണ് അത്. ഇനി രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് സെർവോ സ്റ്റെബിലൈസർ ആണ്. റിലേ സ്റ്റെബിലൈസറിനേക്കാളും ആക്യുറസി ഇതിന് കൂടുതലാണ്. ഹെവി ഡ്യൂട്ടി ചെയ്യും. അത് ലൈറ്റ് ആണ്. റിലേ ലൈറ്റ് ഡിവൈസസിനാണെങ്കിൽ ഇത് ഹെവി ഡ്യൂട്ടിയാണ്. മോട്ടോർ പ്ലസ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചാണ് വോൾട്ടേജ് കണ്ടിന്യൂസ് ആയി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ACക്ക് വളരെ നല്ലതാണ്. മെഡിക്കൽ എക്യുപ്മെന്റിന്, വലിയ വീടിന്, ഹെവി ഫ്ലക്ച്വേഷൻ ഉള്ള ഏരിയയിൽ ഇത് നല്ലതാണ്. നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷേ വില ഇതിന് കൂടുതലാണ്. സൈസും വലുതാണ്. മെയിൻ്റനൻസിന് അല്പം കാശ് കൂടും. ആദ്യത്തേന് കൂടില്ല. ഇനി മൂന്നാമത് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് സ്റ്റെബിലൈസർ, ദാറ്റ് ഈസ് ഇലക്ട്രോണിക് സർക്യൂട്ട് ബേസ്ഡ് സ്റ്റെബിലൈസർ ആണ്. റിലേയും മോട്ടറും ഉപയോഗിച്ചുള്ളതല്ല. ആദ്യത്തെ റിലേ ഉപയോഗിച്ചായിരുന്നു, രണ്ടാമത്തെ മോട്ടോർ ഉപയോഗിച്ചതായിരുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് സ്റ്റെബിലൈസർ, ഇലക്ട്രോണിക് സർക്യൂട്ട് ബേസ്ഡ് ആണ്. അതോടൊപ്പം തന്നെ റിലേയും മോട്ടോറും ഇല്ല. ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. ഇത് ഏറ്റവും സേഫ് ആണ്. വില കൂടുതലാണെന്ന് മാത്രം. അതിനനുസരിച്ച് ഗുണവും കൂടുതലാണ്. സെൻസിറ്റീവ് എക്യുപ്മെന്റ്സിന് ഇത് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് കമ്പ്യൂട്ടർ, സെർവർ, ഓഡിയോ സിസ്റ്റംസ്, സാധാരണ ഓഡിയോസ് അല്ല, ഹെവി ഓഡിയോ സിസ്റ്റംസ്, സ്റ്റുഡിയോ എക്യുപ്മെന്റ്സ്, ലാബ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം ഇത് നല്ലതാണ്. ഇനി നാലാമത് ഡിജിറ്റൽ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ ഇൻവെർട്ടർ സ്റ്റെബിലൈസർ എന്ന് പറയും. അത് മോഡേൺ ഡിജിറ്റൽ കൺട്രോൾഡ് സ്റ്റെബിലൈസർ ആണ്. ഡിസ്പ്ലേഡ് ആണ്. ഡിസ്പ്ലേ ആയിരിക്കും അതിൽ കാണിക്കുന്നത്. സ്മാർട്ട് പ്രൊട്ടക്ഷൻ ആണ്. ഇൻവെർട്ടർ ACക്ക് യൂസ് ചെയ്യാം. ഇൻവെർട്ടർ ഫ്രിഡ്ജിന് ഉപയോഗിക്കാം. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞ ആ സ്റ്റെബിലൈസറൊക്കെ ഇൻവെർട്ടർ ACക്കും ഇൻവെർട്ടർ ഫ്രിഡ്ജിനും ഉപയോഗിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഇൻവെർട്ടർ AC, ഇൻവെർട്ടർ ഫ്രിഡ്ജ് അതിനെപ്പറ്റിയൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ തന്നിരുന്നു. ഇൻവെർട്ടർ എന്നതിനെ പറ്റി ഞാൻ പ്രത്യേകം ഒരു വീഡിയോ ഞാൻ തരാം. ഈ സ്റ്റെബിലൈസറുകളെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് വേർതിരിക്കാനാവും. 0.5 kVA, 1 kVA, 5 kVA, 10 kVA എന്നൊക്കെ പറയാം. KVA കൂടുന്നതനുസരിച്ചിട്ട് അത് കൈകാര്യം ചെയ്യുന്ന ലോഡിൻ്റെ വ്യത്യാസമാണ്. ചില പുതിയ ഇൻവെർട്ടർ ACകൾക്ക്, ഇൻവെർട്ടർ ഫ്രിഡ്ജിന് വൈഡ് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഓൾറെഡി ഉള്ളതിനാൽ സെപ്പറേറ്റ് സ്റ്റെബിലൈസർ എല്ലായ്പ്പോഴും ആവശ്യമില്ല. പക്ഷേ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലുള്ള തലങ്ങളിൽ ഇപ്പോഴും സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നതാണ് സേഫ്. സ്റ്റെബിലൈസർ
എന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് സ്ഥിരമല്ല. ഉദാഹരണമായിട്ട് ഒരു 160 വോൾട്ട് 260 വോൾട്ട് വരെയൊക്കെ വരാം. ചിലപ്പോൾ 160, കാര്യം വോൾട്ടേജ് വളരെ കുറയാം. ചിലപ്പോൾ 260, കാര്യം അത് ഒന്നുകിൽ ട്രാൻസ്ഫോർമറിൻ്റെ ന്യൂട്രൽ ലൂസ്, 2 ലൈൻ നമ്മൾ കൂട്ടിയിടിക്കുക, അങ്ങനെ പലവിധ കാര്യങ്ങൾ കൊണ്ട് ഈ വോൾട്ടേജ് കുറവ് വരാം. അപ്പോൾ ആ സമയത്ത് 160 വോൾട്ട് വരുന്ന സ്ഥാനത്ത് കൂട്ടിയും 260 എന്നുള്ളതിന് കുറച്ചുമാണ് നമ്മൾക്ക് നൽകുന്നത്. ഒരു സ്റ്റെബിലൈസറിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമർ, റിലേ, സെർവോ അല്ലെങ്കിൽ സെർവോ മോട്ടർ അല്ലെങ്കിൽ കൺട്രോൾ സർക്യൂട്ട്, ഇവ ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ഇവയാണ് ഔട്ട്പുട്ട് 220 ടു 240 വരെ ആക്കി നിർത്തുന്നത്. ഈ 170 ഇൻപുട്ട് കിട്ടുന്ന ഒരു ലൈൻ വോൾട്ടേജ് കിട്ടുന്ന സ്ഥലത്ത് 230 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. 260 ലൈൻ വോൾട്ടേജ് കിട്ടുന്നിടത്ത് 230 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് കറന്റുമായി ചേർന്ന് നിൽക്കുന്നതാണ് സ്റ്റെബിലൈസർ. ഒരു സ്റ്റെബിലൈസർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ഉപകരണത്തിൻ്റെയും ആ സ്ഥലത്തെ അന്വേഷിച്ചാണ്. കാരണം ഒരു റിമോട്ട് ഏരിയ, ചില സ്ഥലങ്ങളിൽ ട്രാൻസ്ഫോമർ ഒത്തിരി അകലെയാണ്, അല്ലെങ്കിൽ ഒരു ലൈനിൽ തന്നെ ഒത്തിരി കൺസ്യൂമേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ കൂടാതെ ലൈൻ മരച്ചില്ലകളൊക്കെ മുട്ടി ലൈൻ ഡ്രോപ്സ് ആകുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഫ്ലക്ച്വേഷൻ മീൻസ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസർ ആവശ്യമാണ്. അതുപോലെ തന്നെ പുതിയ ഫ്രിഡ്ജ് മോഡലുകൾക്ക് നമ്മൾക്ക് സ്റ്റെബിലൈസർ വേണ്ട. ബിൽറ്റ് ഇൻ പ്രൊട്ടക്ഷൻ ആണ് ഫ്രിഡ്ജിലുള്ളത്. അതായത് ഇൻവെർട്ടർ ഫ്രിഡ്ജിലായാലും മറ്റുള്ള ഫ്രിഡ്ജാണ്, ഏതാണ്ട് 2005 മുതലുള്ള എല്ലാ TV, ഫ്രിഡ്ജ്, AC അവയ്ക്കെല്ലാം ഈ ബിൽറ്റ് ഇൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത്ര വോൾട്ടേജ് കുറവ് വന്നാൽ അത് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുകയും, അതോടൊപ്പം തന്നെ ഇത്ര വോൾട്ടേജ് കൂടിയുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ തരത്തിൽ നമുക്ക് എന്ത് വേണ്ട? സ്റ്റെബിലൈസർ വേണ്ട. ഇപ്പോഴത്തെ AC വേണ്ട. പക്ഷെ കൂടുതൽ വോൾട്ടേജ് ഡിഫറൻസ് വരുമ്പോൾ 160 താഴെ വരികയാണെങ്കിൽ, 230, അതായത് 270 മുകളിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റെബിലൈസർ വേണം. മറ്റൊരു കാര്യം, CRT, കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്ന പിക്ചർ ട്യൂബ് ആകുന്ന TVക്ക് ഒരിക്കലും ഈ പ്രൊട്ടക്ഷൻ ഇല്ല. ഞാൻ ഇലക്ട്രോണിക്സ് ഒക്കെ പറയുന്നത് കാരണം എന്താ നിങ്ങൾ വിചാരിക്കും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ബില്ലിങ്ങിലുള്ള ആളാണ് ഇദ്ദേഹം. പക്ഷെ ഇദ്ദേഹം എന്താ ഇങ്ങനെ പറയുന്നത്? എനിക്ക് സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക്കലാണ്, ഞാൻ ഇലക്ട്രോണിക്സ് ആണ്, ഇൻസ്ട്രുമെന്റേഷൻ ആണ്, പിന്നെ കൂടാതെ ഇലക്ട്രീഷ്യൻ ആണ്, അതോടൊപ്പം തന്നെ സിവിലാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. റിയൽ അനുഭവങ്ങളിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് അയാൾക്ക് ബില്ലിങ്ങല്ലേ അറിയാൻ പാടുള്ളൂ, അല്ലെ ക്യാഷല്ലേ അറിയാൻ പാടുള്ളൂ, അല്ലെ ഇലക്ട്രിസിറ്റി അതിനെപ്പറ്റിയല്ലേ അറിയാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കേണ്ട. എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും എനിക്ക് ആൻസർ ഉണ്ട്. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലാണ് നമുക്ക് കൂടുതൽ ഫ്ലക്ച്വേഷൻ വരുന്നത്. അതായത് ഒരു ട്രാൻസ്ഫോർമറിൽ ഒത്തിരി പേര്, ഒരു 100ന്റെ ട്രാൻസ്ഫോർമറിൽ ഒരു 250 ട്രാൻസ്ഫോർമറിന് വേണ്ട കൺസ്യൂമേഴ്സ് വരുമ്പോൾ അങ്ങനെയൊക്കെ വരാം. പക്ഷേ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ടിനെ പറ്റി, ഇൻപുട്ടിനെ പറ്റിയും അതിൻ്റെ പ്രവർത്തനത്തെ പറ്റിയും, അത് എത്ര വേണം, എങ്ങനെ വേണം, അതിൻ്റെ എർത്തിങ്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ നൽകുന്നതാണ്. ഓരോ പ്രാവശ്യം നൽകുന്നതെന്ന് പറയും, പക്ഷേ 20ഓളം സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും അത് ഡ്രോപ്പായി പോകുന്നു. സോറി, തീർച്ചയായിട്ടും ഞാനത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. TV, കമ്പ്യൂട്ടറിനൊക്കെ SMPS ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് സേഫ്. SMPS എന്താണെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വോൾട്ടേജ് ഹൈയും വോൾട്ടേജ് ലോയും അതുപോലെ തന്നെ പവർ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള അപ്ലയൻസിന്, AC, വാഷിംഗ് മെഷീൻ അതുപോലുള്ള പ്രവർത്തിക്കുമ്പോൾ സ്റ്റെബിലൈസർ നമുക്ക് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സ്റ്റെബിലൈസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അതിനെ കൂട്ടിച്ചേർക്കുന്നത് ഇൻഷുറൻസിനോടാണ്. ഇൻഷുറൻസും
സ്റ്റെബിലൈസറും ഏതാണ്ടോ സമാനമായിട്ട് നിൽക്കും. കാരണം എന്താണ്? ഇത് ഒരു സേഫ് പ്രൊക്വേഷനാണ്. റിസ്ക് ഏറ്റെടുക്കുന്നത് ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ്. ഒരാളുടെ അപകടം വരുമ്പോൾ, മരണം വരുമ്പോൾ അതിന്റെ റിസ്ക് എടുക്കുന്നത് ആരാണ്? ഇൻഷുറൻസ് കമ്പനി. അതുപോലെ തന്നെ നമ്മുടെ ഉപകരണങ്ങൾ, നമ്മുടെ AC ആകട്ടെ, TV ആകട്ടെ, ഫ്രിഡ്ജ് ആകട്ടെ, ഇപ്പോഴത്തെ TV എന്ന് പറയുമ്പോഴത്തേനും 75,000 80,000 രൂപയൊക്കെ വരുന്ന ടിവികളാണ് കുറഞ്ഞത്. അപ്പോൾ അതായത് സ്മാർട്ട് TV, അതിനനുസരിച്ചുള്ള AI TV ഒക്കെ വരുമ്പോൾ ആ റേറ്റ് വരും. അതുപോലെ AI AC വരുമ്പോൾ, അതുപോലെ ഡുവൽ ഇൻവെർട്ടർ സിസ്റ്റം ഒക്കെ വരുന്ന AC വരുമ്പോൾ ഹെവി റേറ്റ് വരും. അത് പവർ കൺസംഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഈ ഇൻഷുറൻസിന്റെ കാര്യം ഓർക്കുക, സ്റ്റെബിലൈസർ അവയെ പ്രൊട്ടക്ട് ചെയ്യും. കാരണം ആ സ്റ്റെബിലൈസർ അതിനുള്ളിലുള്ള സ്റ്റെബിലൈസർ പ്രൊട്ടക്ട് ചെയ്യും. ഒരു ഇടിമിന്നൽ വന്നാൽ പ്രൊട്ടക്ട് ചെയ്യോ? ഒരു സ്റ്റെബിലൈസർ പ്രൊട്ടക്ട് ചെയ്യില്ല. അതിനുള്ള ബിൽറ്റ് ഇൻ പ്രൊട്ടക്ഷനും നടക്കില്ല. 10,000-കണക്കിന് വോൾട്ട്സ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇടിമിന്നലുള്ളപ്പോൾ, ശക്തമായ മിന്നലുള്ളപ്പോൾ തീർച്ചയായിട്ടും അത് സോക്കറ്റിൽ നിന്ന് ഊരി വയ്ക്കണം. അതോടൊപ്പം തന്നെ ടിവിയുടെയും സോക്കറ്റിൽ നിന്ന് റിലീസ് ചെയ്ത് വെക്കണം. അപ്പം നിങ്ങൾ വിചാരിക്കും അതിന് ഇടിമിന്നലേക്കില്ല. തീർച്ചയായിട്ടും ഏക്കാം. സപ്ലൈ ഡിസ്കണക്റ്റ് ആണെങ്കിൽ അതിന് വരാം. ഒരിക്കൽ ഞാൻ ആലത്തൂർ ഓഫീസിലായിരുന്നപ്പോൾ ഒരു ഭയങ്കര വലിയ ഇടിമിന്നൽ വന്നു. അപ്പോൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ മീറ്ററാണ് അവിടെ കുറേ ഇരുന്നത്. 3 ഫേസ് മീറ്ററും സിംഗിൾ ഫേസ് മീറ്ററും ടക്കടക്കടേന്ന് പറഞ്ഞ് ചാടുന്നു, തവള ചാടുന്ന പോലെ. അത് ഒരു കണക്റ്റഡ് ആയിരുന്നില്ല. അത് ഡിജിറ്റലാണ്. അത് കുറേ എണ്ണം പൊട്ടിപ്പോയി. നമ്മൾക്ക് പോലും സേഫ് അല്ല അല്ലേ? ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് താഴെ നിന്നുകൊണ്ട് നമ്മൾ മിന്നലിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ആ കെട്ടിടം തകർന്നാൽ നമ്മൾ തകരും. ഇന്നത്തെ AC-യും ഇന്നത്തെ ഫ്രിഡ്ജും സാധാരണയായി വോൾട്ടേജ് റെഗുലേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വോൾട്ടേജ് കുറവായാലും കൂടുതലായാലും ഒരു പരിധിവരെ അവൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യും. AC അല്ലെങ്കിൽ പുതിയ ഇൻവെർട്ടർ AC അതാണെങ്കിൽ സാധാരണ വർക്കിംഗ് റേഞ്ച് 140 to 290 റേഞ്ചാണ്. സ്റ്റെബിലൈസർ ഫ്രീ എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ സ്പെസിഫിക്കേഷൻ പ്ലേറ്റ് നോക്കുക. അവിടെയും കച്ചവടക്കാർ പറയും സ്റ്റെബിലൈസർ എടുക്കാൻ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സെയിലാണ് അവരുടെ പ്രധാനം, കമ്മീഷനാണ് അവരുടെ പ്രധാനം. അത് പരസ്യ കമ്പനികൾ പറയുന്നതാണ് അവരുടെ പ്രധാനം. ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഇൻവെർട്ടർ ഫ്രിഡ്ജ് ആണെങ്കിൽ 160 to 260 റേഞ്ചിൽ അത് ഹാൻഡിൽ ചെയ്യും. അതിന് ഓട്ടോ കട്ട് ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നഗരപ്രദേശങ്ങളിൽ ഇത് സാധാരണ ആവശ്യമില്ല. ഇത് ഏരിയ ബേസ്ഡ് ആണ് അത് വരുന്നത്. ഒരു ഉപകരണം ഡാമേജ് ആകാതിരിക്കാൻ, ബ്ലെയിം ആകാതിരിക്കാൻ ഈ സേഫ് അനിവാര്യമാണ്. ഇൻഷുറൻസ് പോലെ വേണമെങ്കിൽ സ്റ്റെബിലൈസർ ആക്കാം. പക്ഷേ സ്റ്റെബിലൈസർ എന്നത് ഇടിമിന്നലിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതല്ല, റിസ്ക് കുറക്കുന്ന ഒന്നാണ്. സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലഗിൽ കുത്തി അതിലൂടെയാണ് AC-യിലേക്ക് പോകുന്നത്, അതിലൂടെയാണ് ഫ്രിഡ്ജിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സ്റ്റെബിലൈസർ ഒരു സ്വിച്ചാണ്. നമ്മുടെ ഇലക്ട്രിക്കൽ സ്വിച്ച് അത് ഒരു 60 വാട്ടിന്റെ ബൾബ് തെളിക്കാനാണെങ്കിൽ അത് എത്രയായിരിക്കും ആ ബൾബിലെത്തുന്നത്? ഒരു മൈന്യൂട്ട് കറണ്ട് ആ സ്വിച്ചിൽ വരും. സ്വിച്ച് റെസിസ്റ്റൻസ്, വയറ്, നമ്മുടെ ഇൻസുലേറ്റഡ് വയറിന് അതും ഒരു മൈന്യൂട്ട് കറണ്ട് റെസിസ്റ്റൻസ് വരും. ഈ ട്വിസ്റ്റഡ് പെയർ പലരും വയർ ഉപയോഗിച്ച് ബൾബ് തെളിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വയർ ചൂടാവും, അതിലൂടെയും കറണ്ട് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരു സീറോ കണ്ടക്ടർ അല്ല ഗുഡ് കണ്ടക്ടർ എന്ന രീതിയിൽ നമ്മൾക്കില്ല. സീറോ റെസിസ്റ്റൻസിൽ ഉള്ള ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എല്ലാത്തിനും റെസിസ്റ്റൻസ് വരും, വോൾട്ടേജ് ഡ്രോപ്സ് വരും, അതൊക്കെ കറണ്ട് വരും. എന്നാൽ നമ്മുടെ സ്റ്റെബിലൈസറിന് വരുന്ന കറണ്ട് നമ്മൾ അറിയണം. അതൊരു സ്വിച്ച് എക്യുപ്മെന്റ് എന്നതിനേക്കാൾ ഉപരി കറണ്ട് കൂടി തിന്നുന്ന എക്യുപ്മെന്റ് ആണ് എന്ന് പറയുകയാണ്. ഒരു ഫ്രിഡ്ജിന്റെ സ്റ്റെബിലൈസറിന് പവർ കൺസംഷൻ വരുന്നത് 5 വാട്ട്സ് മുതൽ 15 വാട്ട്സ് വരെയാണ്. അത് 1 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ 0.005 ടു 0.015 യൂണിറ്റ് വരെ അത് ഉപയോഗിക്കും. ഒരു ദിവസം 24 മണിക്കൂർ അത് ഉപയോഗിക്കണമെങ്കിൽ 0.12 യൂണിറ്റ് മുതൽ 0.36 യൂണിറ്റ് വരെ അത് ഉപയോഗിക്കും.
എന്നാൽ ഒരു AC സ്റ്റെബിലൈസർ ആണെങ്കിലോ അതിന് 15 വാട്ട് മുതൽ 40 വാട്ട് വരെ അതിന്റെ സ്റ്റെബിലൈസർ യൂസ് ചെയ്യും. 1 മണിക്കൂറാണെങ്കിൽ 0.015 യൂണിറ്റ് ടു 0.04 യൂണിറ്റ് വരെയാകും. ഒരു ദിവസമാകുമ്പോഴോ 0.36 ടു 1 യൂണിറ്റ് വരും ഒരു ദിവസത്തെ ഉപയോഗം. അപ്പൊ അതിൽ നിന്ന് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 1 കിലോ വാട്ട് അവർ ആണ്. ആ യൂണിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഒരു ചെറിയ സ്റ്റെബിലൈസർ ആണെങ്കിൽ, ചെറിയ ഉപയോഗത്തിനാണെങ്കിൽ കുറച്ച് കറണ്ടേ വരുള്ളൂ. വലിയ സ്റ്റെബിലൈസർ ആണെങ്കിൽ അതിന്റെ അല്പം കൂടുതലായിട്ട് വരും, പക്ഷെ വില അല്പം കൂടാം. നമ്മൾ സ്റ്റെബിലൈസർ എടുക്കുമ്പോൾ ചീപ്പ് റേറ്റ് ആണ്. ചെറിയ ഐറ്റത്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്നത് റിലേ സ്റ്റെബിലൈസർ ആണ്. പിന്നെ അല്പം കൂടി ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ അത് സെർവോ സ്റ്റെബിലൈസർ എടുക്കുക. ഇൻഡസ്ട്രീസ് വലിയ വീടുകളൊക്കെ ആണെങ്കിൽ സെർവോ സ്റ്റെബിലൈസർ എടുക്കുക. അതല്ല എങ്കിൽ സ്റ്റാറ്റിക് സ്റ്റെബിലൈസർ എടുക്കുക. അതായത് അത് ഫുള്ളി ഇലക്ട്രോണിക് ആണ്. ഫാസ്റ്റ് റെസ്പോൺസിന് വേണ്ടിയിട്ടാണ്. മെയിൻ്റനൻസ് കുറവാണ്, കോസ്റ്റ് കൂടുതലാണ്. എന്നാൽ കുറച്ചുകൂടി മോഡേൺ ആയിട്ട് എടുക്കണമെങ്കിൽ ഡിജിറ്റൽ സ്റ്റെബിലൈസർ എടുക്കുക. ഡിസ്പ്ലേ ആണ്, സ്മാർട്ട് കൺട്രോൾ ആണ്. നമ്മുടെ വീട്ടിലെ ഉപയോഗമാണ് അതിന് വരുന്നത്. TV, ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ റിലേ, AC ഒക്കെ ആണെങ്കിൽ ഡിജിറ്റൽ, എല്ലാ വീട്ടിലെ എല്ലാ ഹെവി ലോഡിനൊക്കെ ആണെങ്കിൽ സെർവോ, വീട്ടുപകരണങ്ങൾ അത് സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ഡിജിറ്റൽ എടുക്കുക. ഒരു ഇൻവെർട്ടറും സ്റ്റെബിലൈസറും ഒരുപോലെയാണോ? അത് അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതാണ്. ഏവർക്കും നമസ്കാരം. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൺസംഷൻ നോക്കുക. കറണ്ട് എന്നും നമ്മോടൊപ്പം ഉണ്ടാകും. പക്ഷേ എനർജി നാം സേവ് ചെയ്താൽ എന്നത്തേക്കും നമ്മൾക്ക് അത് ഉണ്ടാകും. എവിടെ? നമ്മുടെ പോക്കറ്റിൽ. നമ്മൾ എനർജി സേവ് ചെയ്യുന്നത് പോക്കറ്റിലാണ്, അല്ലേ? കാശാണ്. എവരും നന്നായിരിക്കട്ടെ. ഇലക്ട്രിസിറ്റി KCB എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പന്ദനമാണ്. കേരളത്തിന്റെ സ്പന്ദനമാണ് KCB. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.